ജോർജ് ചേട്ടാ, ഈ അപ്പോളോ സർക്കസ് ഇപ്പോൾ ലാസ്റ്റ് കളി എവിടെയാണ് കളിച്ചിരുന്നത്? ഞങ്ങൾ ലാസ്റ്റ് ഒറ്റപ്പാലത്ത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് തൃശ്ശൂരിന് ശേഷം ഞങ്ങൾ ഒറ്റപ്പാലത്ത് വന്നു. ഒറ്റപ്പാലത്ത് ഇപ്പോൾ മലപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് അടുത്ത കോഴിക്കോടേക്കാണ് പോകുന്നത്. മലപ്പുറത്ത് അപ്പോളോ സർക്കസ് തുടങ്ങിയിട്ട്, കാവുങ്ങൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇത് തലശ്ശേരിക്കാരൻ ജോർജ് ഏട്ടനാണ് ഇതിൻ്റെ സാരഥി. അദ്ദേഹം 7 വർഷത്തോളമായി ഇത് സ്വന്തമായിട്ട് തുടങ്ങിയിട്ട്. ഒരു കാലത്ത് വളരെയധികം പിന്നിൽ നിന്നിരുന്ന സർക്കസ് വീണ്ടും പൊടി തട്ടി രണ്ടാമത് വീണ്ടും ഉജ്ജ്വലമായി തന്നെ തിരിച്ചു വന്നിരിക്കുന്ന ഒരുപാട് കാണികൾ ഇതിലുണ്ട്. അപ്പം നമുക്ക് നല്ലൊരു സർക്കസ് ആവേശം ഇന്ത്യ ഉടനീളം നമുക്ക് ഇതിൻ്റെ ആവേശം അല തല്ലി നിൽക്കുകയാണ്. നമുക്ക് അപ്പോളോ സർക്കസിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു ചെറിയൊരു അന്വേഷണം. മലപ്പുറം കാവുങ്ങൽ അപ്പോളോ സർക്കസ് വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ ഇതിൽ തലശ്ശേരി നമ്മുടെ ജോർജ് ഏട്ടനാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ജോർജ് ഏട്ടൻ 30 വർഷമായി സർക്കസ് കമ്പനിയിൽ തുടങ്ങിയിട്ട്, മാനേജറായിട്ട് പോകാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഈ അപ്പോളോ സർക്കസ് ഏറ്റെടുത്തിട്ട് 7 വർഷത്തോളമായിട്ടുള്ളൂ. ഇപ്പം നമ്മളെ കൂടെ ഉള്ളത് നമ്മളെ വത്സേട്ടൻ തലശ്ശേരിക്കാരനാണ്. കാരണം തലശ്ശേരിയിൽ നിന്നാണ് സർക്കസ് തുടങ്ങിയത്. ഇത് നമ്മുടെ ജാക്ക് ആസാംകാരനാണ്. ഇവൻ്റെ മെയ് വഴക്കമൊക്കെ നമ്മൾ വളരെയധികം കാണേണ്ടത് തന്നെയാണ്. നിൻ്റെ വൈഫും ഉണ്ട്, ഇവൻ്റെ വൈഫും ഉണ്ട് ഇവിടെ കൂടെ നമുക്ക് കാണാം. പിന്നെ അതുപോലെ തന്നെ കുമാർ ആസാമെന്ന് ഇവരൊക്കെയാണ് നമുക്ക് ഇവിടെ നമ്മുടെ കൂടെ ഈ അപ്പോളോ സർക്കസിന് നമുക്ക് വളരെയധികം എന്താ പറയുക മെയ്വഴക്കവും അഭ്യാസവും നമുക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കൊരു മറ്റുള്ളൊരു സങ്കടം പറയും. എന്താ വെച്ച് കഴിഞ്ഞാൽ പുലി അതുപോലെ തന്നെ ആന ഈ കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് സർക്കസിന് ആൾ കുറവായിരുന്നു ഒരു കാലത്ത് സർക്കസ് വരെ ഒരു എടുത്തു വെച്ചു എന്ന് തന്നെ ഒരു അവസരം വന്നിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമതും സർക്കസ് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നല്ല യുവാക്കൾ ഇതിന് കാണാനായി വരുന്നുണ്ട്. ഇതിന് നല്ല മെയ്വഴക്കം വേണം. അതുമാത്രമല്ല അതിൻ്റെ നല്ല എന്താ പറയുക, നമ്മളെ ഭക്ഷണ ക്രമീകരണങ്ങൾ നല്ല വേണം. നമ്മൾ കസേരയിൽ ഇരുന്ന് മുകളിലേക്ക് മാത്രം നോക്കിയത് കൊണ്ട് കാര്യമില്ല. ഇവിടെ ഒരുപാട് പരിദേവനങ്ങളുണ്ട് ആളുകൾക്ക്. കാരണം കുടുംബമായിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. അപ്പോൾ അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഈ സർക്കസ് കമ്പനിയിൽ നിന്ന് തീരുന്നുണ്ട്. കാരണം അതുമാത്രമല്ല ഇവർക്കിനി മറ്റൊരു ജോലിക്കൊന്നും പോകാനും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു തൊഴിൽ ഇത് മാത്രമാണ്. അപ്പം നമ്മളിനി കാണാൻ പോകുന്നത് ജോർജ് ഏട്ടനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. അതുപോലെ തന്നെ ഈ സർക്കസ് വളരെയധികം മാനസികമായിട്ട് സന്തോഷം നൽകുന്നുണ്ടോ? ഉണ്ട്. സർക്കസ് ആകുമ്പോൾ നമുക്ക് എപ്പോഴും സർക്കസിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന സമയത്തും കളിക്കുമ്പോഴും പബ്ലിക് കാണികൾ വന്ന് അവരുടെ കൈത്തട്ടും അപ്പോൾ ഉള്ളിലും പ്രോത്സാഹനം കൂടിക്കൊണ്ടേ വരും. അപ്പോൾ നമ്മൾ അതുമാത്രമായിട്ട് അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ചെയ്തിട്ട് മുതലാളിയോട്, അതായത് സനൽ ജോർജിനോട് നമ്മൾ ആത്മാർത്ഥത, നമ്മൾ പഴയ ഒരു ഫ്രണ്ടും കൂടിയാണ്. ആദ്യം ജോലി ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും, അതായത് മറ്റുള്ള മുതലാളിമാരെ പോലെയല്ല, അതായത് സോഷ്യലിസമാണ് പുള്ളിക്കാരന് അത്ര ഒരു ഇതിലില്ല. എപ്പോഴും എല്ലാവരുടെ കൂടെയും നമ്മുടെ ഒരു സ്വന്തമായിട്ട് കണക്ക് കൂട്ടിയിട്ടാണ് പുള്ളി മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിന് ഈ 10-55 ആൾക്കാർ ജീവിക്കേണ്ട ഒരു മാർഗ്ഗമില്ലെന്ന് പുള്ളിക്ക് ഇത് എങ്ങനെയെങ്കിലും, അതായത് ഈ ഇത്രയും ജനങ്ങൾ ഇവരെ പോറ്റുന്നില്ലേ, കുടുംബങ്ങൾ വളരുന്നില്ല. അപ്പം പുള്ളിയുടെ ഈ ഒരു ഇതിൽ ഒരുപാട് കളക്ഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരുപാട് വിഷമതകളും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. ഇത് കാണുന്ന പോലെ ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇതിനെ ഷിഫ്റ്റ് ചെയ്യാനും ഇതിൻ്റെ ഈ ലേബേഴ്സിനെ വെക്കാനും ഇവർക്കെല്ലാം ശമ്പളവും ശാപ്പാടും താമസ സൗകര്യങ്ങളും റൂമും കാര്യം എല്ലാം കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ടെൻഷനെല്ലാം അനുഭവിച്ചിട്ടാണ്. അപ്പോൾ കാണികൾ നമ്മൾ നിറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾക്കും ഇതില്ല. അപ്പോൾ അവരാണ് നമുക്ക് പ്രതികരണം എങ്ങനെയാണ് ഇപ്പോൾ സർക്കസിനെ കുറിച്ചിട്ട്? കേരളത്തിൽ ഇപ്പുറത്തെ പ്രതികരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മോശമില്ല, കുഴപ്പമില്ല. കുറച്ച് മൃഗങ്ങൾ ഇല്ലാത്തതുകൊണ്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിപ്പം ജനങ്ങൾക്ക് പബ്ലിക്കിന് അത് മനസ്സിലായതുകൊണ്ട് അതിപ്പം കുറച്ച് മാറി വരുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ ആന, പുലി, സിംഹം ഇതൊക്കെ നമ്മൾ ആന, പുലി, സിംഹം ഉള്ളപ്പോൾ എന്ന് വെച്ചാൽ ഇതിനെയും കാട്ടി നല്ല ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ മൃഗങ്ങളെ കാര്യങ്ങളില്ലാത്തതുകൊണ്ട് കുട്ടികൾക്കെല്ലാം ഒരു
ഇതില്ലാത്തതുകൊണ്ട് ഇപ്പോൾ കുറച്ച് റെസ്പോൺസ് കുറവുണ്ട്. പക്ഷെ അത് ഇപ്പോൾ ജനങ്ങൾക്കത് മനസ്സിലായി. ഇപ്പോൾ മൃഗം ഇല്ല, ഈവൻ ജിംനാസ്റ്റിക്കാണ് കൂടുതലായിട്ട് സർക്കസിലുള്ളത്. അപ്പോൾ ജനങ്ങൾ അതിൽ വില്ലിങ് ആകുന്നുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം, ജോർജ് ഇതിലേക്ക് എത്തിപ്പെടാനുള്ളൊരു കാരണം ആക്ച്വലി ഞാൻ സർക്കസിൽ മാനേജ്മെൻറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. 24 വർഷത്തോളം മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്തൊരു വ്യക്തി. ഏത് കമ്പനിയിലായിരുന്നു? പല കേരളത്തിലെ കമ്പനി, നോർത്ത് ഇന്ത്യൻ കമ്പനി, അങ്ങനെയായിട്ട് 10-12 കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്ത ഒരാളായിരുന്നു. അതിനുശേഷം സ്വന്തമായിട്ട് ഒരു സർക്കസ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായി. 10-75 ആൾക്ക് ഉപജീവന മാർഗ്ഗമല്ലേ, അപ്പോൾ അതിനെ ഏറ്റെടുത്തിട്ട് അങ്ങനെ ആ വന്ന വഴിയിൽ തന്നെ ഞാനും ഒരു സർക്കസിൻ്റെ പേരായിട്ട് ഇങ്ങനെ പോകും. അല്ല, ഇതിൽ മറ്റൊരു കാര്യം ചോദിക്കാണ്ട്, ഈ ഒരുപാട് സ്ത്രീകളും അതുപോലെ തന്നെ ഇവർ ധാരാളം ഇവിടെ ഇതിൻ്റെ കൂടെ തന്നെയാണല്ലോ. അപ്പോൾ ഇവർക്ക് നാട്ടിലൊക്കെ പോയി വരുമ്പോൾ വർഷത്തിൽ ഒരു മാസത്തേക്ക് ലീവ് കൊടുക്കുന്നുണ്ട്. പിന്നെ 6 മാസം കൂടുന്ന പോകുന്നുണ്ട്, 3 മാസം കൂടുന്നവർ പോകുന്നുണ്ട്. വീട്ടിലെന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളും അവരായിട്ടുള്ള പോകുന്നുണ്ട്. അങ്ങനെയായിട്ട് അതിലൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ ചില ഫാമിലികൾ ഒരു വർഷത്തിലൊരിക്കലാണ് പോവുക. ചില ആൾക്കാർ 6 മാസം കൂടുമ്പോൾ പോകുന്ന ആൾക്കാർ. വിവാഹം കഴിച്ച ആളുകളൊക്കെ ഉണ്ട് ഇതിൽ. വിവാഹം കഴിച്ച ആളുണ്ട്, വിവാഹം കഴിക്കാത്ത ആളുണ്ട്. പിന്നെ ഇതിൽ പുതിയ ആളുകളുടെ വരവ് എങ്ങനെയാണ്? ഇല്ല, ഇപ്പം പുതിയ ആളുകളുടെ വരവില്ല. ഇപ്പൊ പുതുയുഗത്തിൽ പുതുതലമുറയിൽ ഇല്ല. അതായത് സർക്കസിന്റെ ഇപ്പം പറഞ്ഞാൽ ഞങ്ങൾ കേരളത്തിന്റെ തലശ്ശേരി ഭാഗത്തുനിന്നായിരുന്നു സർക്കസിന്റെ ഉത്ഭവം ഉണ്ടായിരുന്നത്. അവിടെ സ്കൂളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു, അതിന്റെ കോച്ചിങ് സെന്റർ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ പുതിയ ആൾക്കാർ വരുന്നില്ല, ഈ മേഖലയിലേക്ക് വരുന്നില്ല. അങ്ങനെയുള്ളത് കൊണ്ട് പല ചെറിയ കൈത്തൊഴിലുകളായിട്ട് പോകുന്നതാണ്. സർക്കസിലായിട്ടുള്ള ഒരു ഐറ്റംസുകൾ പുതിയതായിട്ട് പഠിക്കുന്നത്. ഇപ്പം നോർത്ത് ഇന്ത്യ എന്നാണ്, ബംഗാൾ സൈഡിൽ നിന്നും MP ആ സൈഡിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നെല്ലാം അവിടെയുള്ള സ്റ്റാഫുകളാണ് കൂടുതലായിട്ട്. ഏറ്റവും കൂടുതൽ സർക്കസ് എവിടെ ശരിക്കും ഏത് സംസ്ഥാനത്ത് അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയില്ല, ഇന്ത്യയിലും കേരളത്തിൽ ഇപ്പോൾ 5 കമ്പനി ഉണ്ട് കേരളത്തിൽ. അങ്ങനെയുണ്ട്. അതായത് ഇതിന്റെ തലശ്ശേരിയാണ് ശരിക്കും സർക്കസിന്റെ ഒരു ഉത്ഭവം. തലശ്ശേരിയിൽ നിന്നാണ് ഈ സർക്കസ് ഉത്ഭവിച്ചിട്ട് വന്നത്. അവിടെയുള്ള പഴയ കളിക്കാറുകളും പഴയ ആൾക്കാർ ആചാര്യന്മാരുമാണ് ഈ സർക്കസ് കൊണ്ടുവന്നത്. അതിനുശേഷം ഇപ്പം നോർത്ത് ഇന്ത്യയിൽ ബംഗാളും MP ഡൽഹി ഭാഗത്തെല്ലാം ഓരോരാൾ സർക്കസിനെ തുടങ്ങിയാണ്. അവിടെ നിന്നുള്ള ഈ സ്റ്റാഫിനെ വെച്ചിട്ട് തന്നെ അവിടെയുള്ള സ്റ്റാഫിനെ വെച്ചിട്ട് ഇങ്ങനെ തുടങ്ങി. അല്ല, പിന്നെ ഈ ഇതുകൊണ്ട് ഇവരുടെ വരുമാന മാർഗ്ഗമൊക്കെ മുന്നോട്ട് പോകും എങ്ങനെ? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിലുള്ള ശമ്പളങ്ങളാണ്. അത് വീക്കിലി ആയിട്ട് 4 വീക്കിലി ആയിട്ട് കൊടുക്കുന്നുണ്ട്. പഴയ മാതിരിയല്ല, ഇപ്പോൾ ഉള്ള ശമ്പളങ്ങളെല്ലാം ഈ ശമ്പളമാണ്. അല്ല, ഇതുകൊണ്ട് ഈ ഒരു സർക്കസ് കളിച്ചുകൊണ്ട് നമുക്ക് കുടുംബമൊക്കെ ആയിട്ട് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പോകുന്നതുകൊണ്ടല്ലേ 10-90 ആൾ ഇവിടെ ഉള്ളത്. അതല്ല, ഞാൻ എന്താ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇത് കുറച്ചു കാലം ഈ സർക്കസ് ഒന്ന് ബാക്കിലായി പോയി. കൊറോണ ടൈമിലും മൃഗമില്ലാത്ത സമയത്തെല്ലാം വളരെ വിഷമങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ സർക്കസ് വിട്ടിട്ട് അവർ പല ജോലികൾക്കും പുറത്ത് ജോലികൾക്ക് പോയിരുന്നു. അതിനുശേഷം വീണ്ടും സർക്കസ് ഒരു പോസിറ്റീവിലേക്ക് വരുമ്പോൾ അവർ ഇങ്ങോട്ടേക്ക് തിരിച്ച് സർക്കസിലേക്ക് തന്നെ വന്നു. അപ്പോൾ ഇവർ ആ സർക്കസ് കുടുംബം സർക്കസിൽ തന്നെ ഉണ്ടാവുക, എവിടെയും പോയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ മറ്റു ജോലികൾക്കൊന്നും അവർ പിന്നെ ഇല്ല, അവരെ നാച്ചുറൽ അവരെ ഐറ്റങ്ങളും കാര്യങ്ങളും അവർ പഠിച്ച ഒരു തൊഴിലല്ലേ, ആ തൊഴിലിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പിന്നെ സാർ ഇതിൽ അപകടങ്ങൾ ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെയുള്ള ഇപ്പോൾ പഴയമാരിയുള്ള മെയിൻ വലിയ ഐറ്റങ്ങളൊന്നും ഇല്ല. പഴയ കാലത്തുള്ള വലിയ ഐറ്റങ്ങളൊന്നും ആരും ഇപ്പം പ്രാക്ടീസും ചെയ്യുന്നില്ല, ആരും പഠിക്കുന്നില്ല. ചെറിയ ഈവൻ ജിംനാസ്റ്റിക്സുകൾ, മണിപ്പൂരി ജിംനാസ്റ്റിക്സുകൾ, അങ്ങനെയുള്ള കുട്ടികൾക്കുള്ള ഒരു ചെറിയ എൻ്റർടൈൻമെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഏറ്റവും കൂടുതൽ ആളുകൾ ഈ സർക്കസിൽ ഏത് സംസ്ഥാനത്തു നിന്നാണ് കൂടുതൽ? ഇപ്പോൾ ആക്ച്വലി ആദ്യം ഞങ്ങൾ ഈ സർക്കസെല്ലാം പണ്ട് കാലങ്ങളിൽ തലശ്ശേരി ഭാഗത്ത് കേരളത്തിൽ നിന്നായിരുന്നു കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളത് സാർ നോർത്ത് ഇന്ത്യ എന്നാണ്. ആസാം, ബീഹാർ ആ സൈഡിൽ നിന്നെല്ലാം ഇപ്പോൾ കൂടുതൽ ആൾക്കാർ വരുന്നത്. കേരളക്കാരിപ്പോൾ കുറവാണ്. നമ്മളെ പഴയ ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത്. മിസ്റ്റർ വത്സൻ, മിസ്റ്റർ രാജൻ തലശ്ശേരിക്കാരാണ്. ഇത് നമ്മളത്തെ ജഗലറാണ് ഇവിടുത്തെ മിസ്റ്റർ രാജൻ. മലയാളം നല്ലോണം പറയും. മലയാളക്കാരൻ തന്നെ, കൂത്തുപറമ്പുകാരനാണല്ലേ. സാറിന് ഈ സർക്കസ് ഇത്ര കാലമായിട്ട് ഉണ്ടായിട്ട് ഇതിന് എന്താ പറയാനുള്ളത് ഇതിനെ കുറിച്ചിട്ട്? സർക്കസ് ഇത് അതായത് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു സന്തോഷമാണോ, അതോ എന്തെങ്കിലും നമുക്ക് ഒരു ഇതിൽ നിന്നൊന്ന് ഒഴിവായി പോയാൽ എന്നൊരു തോന്നൽ എന്തെങ്കിലും ഒരു സമയത്ത് വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല, ഇതുവരെ വന്നിട്ടില്ല. അല്ല, എന്താണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം? നല്ല അഭിപ്രായം തന്നെ, വേറെ ഒന്നുമില്ല. കുടുംബം അവിടെ തന്നെയാണ്. പിന്നെ ഇതിൽ വത്സൻ, ഞങ്ങൾ ഗ്ലോവിൽ 3 പേര് ഓട്ടിക്കുന്ന ഗ്ലോവിൽ വത്സനാണ് ഇവർ. എന്താ പറയാനുള്ളത്? എന്താ പറയാൻ നിങ്ങൾ ചോദിച്ചാലേ അല്ല, എന്താണ് ഈ സർക്കസിനെ കുറിച്ചിട്ട് ഈ ഒരു കുടുംബപരമായി മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ നമുക്ക് സാറ്റിസ്ഫാക്ഷനൊക്കെ സനലുമായി നടത്തുന്നുണ്ടെന്ന് വെച്ചാൽ ഇതിൽ 10-80-85 ആൾക്കാർ അവരുടെ ജീവിതവും അവരുടെ കുടുംബവും
പോയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ സർക്കസ് കളിച്ച ഇവർക്ക് പുറത്തു പോയിട്ട് ജോലി ചെയ്യാൻ പറ്റൂല. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ഇത് വിട്ടിട്ട് നിന്ന സമയത്ത് അപ്പോൾ നമ്മൾ പണ്ടേ ഉള്ള ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ മുകളിൽ ഞാൻ വന്നിരുന്നു. ഇപ്പോൾ ഗ്ലോബിൻ്റെ അകത്ത് നമ്മൾ ഡബിളും ട്രിപ്പിളും 4 വണ്ടി ഇതെല്ലാം ആക്കിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു അരം. അപ്പോൾ ഇത് കണ്ടിട്ടെങ്കിൽ മുമ്പോട്ട് വരട്ടെ ആൾക്കാർ, ഇൻട്രസ്റ്റ് ആയിട്ട് അരം പിടിച്ച് വരട്ടെ എന്നുള്ള ഇതിൽ നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ 52 വർഷമായി. 52 വർഷമായി. സാർ എത്ര വർഷമായിരുന്നു? ഇപ്പോൾ 42 വർഷമായി. 42 വർഷമായി. ജോർജ് ചേട്ടൻ സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് 7 കൊല്ലമായി. ഇത് 30 വർഷമായിട്ട് സർക്കസ് നിലവിലുണ്ട്. 4 വർഷത്തോളമായി മാനേജ്മെന്റും കാര്യങ്ങളുമായിട്ടെല്ലാം അങ്ങനെ സർക്കസിൽ പോവുകയാണ്. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായി പുള്ളി സർക്കസ് വിട്ടായിരുന്നു. പുള്ളി സർക്കസിൽ വിട്ടായിരുന്നു. സർക്കസ് വിട്ട് നാട്ടിൽ പല വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ തുടങ്ങിയ ശേഷം എൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ എനിക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ്. ഇത് ഇവിടെ മലപ്പുറത്തിന് എത്ര? ഈ ഡിസംബർ 15-ാം തീയതി ഇവിടെ ക്ലോസ് ചെയ്യുന്നതാണ്. അടുത്ത ഞങ്ങൾ കോഴിക്കോടാണ്. അടുത്ത കോഴിക്കോടാണ്. ശരി. 15-ഓടെ ഇവിടെ മലപ്പുറം. ഏതായാലും നല്ലൊരു വിജയാശംസകൾ. ഇനിയും മുന്നോട്ട് പോകട്ടെ. ഒരുപാട് മുന്നോട്ട് പോകണം. മുന്നോട്ട് പോകണം. കാരണം ഈ ആധുനിക യുഗത്തിൽ അതമ്പതിച്ച് പോയിക്കൊണ്ടിരിക്കുക. അതിൽ നമ്മൾ ഇതിനെ രണ്ടാമത് വെള്ളം അല്ല. നമ്മളെ പയ്യന് ഇപ്പോൾ ഏകദേശം എത്ര വയസ്സുണ്ട്? ഇവന് പയ്യനല്ല, ഇവന് കല്യാണം കഴിച്ച് ആസാമാണല്ലേ? ഒരു തീസ് ഉണ്ടാവല്ലേ? ഡബിൾ സാരി കളിക്കുന്ന ഒരു പയ്യൻ. ഡബിൾ സാരി കഴിക്കുന്ന. ശരി. പിന്നെ ഇത് കുമാർ നേപ്പാൾ ഫ്ലൈങ് ട്രിപ്പീസ് ആണ്. പിന്നെ ഞാൻ കണ്ടു ഒരുപാട് മീനും അതും ഇതും വായിൽ നിർത്ത്. ഒറീസക്കാരനാണ്. അവർ ഇങ്ങനെ വാട്ടർ കളർ ചേഞ്ചിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ടുള്ള. അതെ പബ്ലിക്കിന് ഒരു ഇൻട്രസ്റ്റ് ഉള്ള. അതെ. എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചാലും ആ വയറ് നിറയും, വീർക്കുന്നില്ല. അതെ. അതുകൊണ്ട് ഭക്ഷണം കറക്റ്റ് പകൽ സമയത്ത് ഭക്ഷണം കഴിക്കൂല. ഈ 3 കളീന്റെ ഷോ കഴിഞ്ഞാല് അല്ല ഭക്ഷണം കഴിക്കൂല. ഇല്ല, കഴിക്കാൻ പറ്റില്ല. കാരണം കാലയിൽ നല്ല ഫുഡ് കഴിക്കും. കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിൽ ലൈറ്റ് ഫുഡാണ് കഴിക്കുക. പിന്നെ വൈകുന്നേരം 6 മണിക്ക് ശേഷം നല്ല. കാരണം മറ്റുള്ളവർക്കൊക്കെ ബാക്കിയുള്ളവർക്കെല്ലാം സാധാരണമായിട്ട് തന്നെ. കാരണം ഇവരുടെ ഐറ്റംസ് അതാണല്ലോ. വാട്ടർ ഫില്ല് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കുന്നതാണ്. വയറെപ്പോഴും നമ്മൾ ക്ലിയർ ആക്കി. അതല്ല, ഈ ഒരു കളറാണെന്ന് പച്ചവെള്ളം കുടിച്ചിട്ട് മൂപ്പര് കളറാണ് കളറ് പച്ച കുടിച്ചിട്ടാണല്ലോ പച്ച തന്നെ വരുന്നത്. ചോപ്പ് വരുന്നത് അത് പ്രാക്ടീസിന്റെ മുകളിൽ വരുന്നത്. പ്രാക്ടീസിന്റെ മുകളിൽ ഒരുപാട് കാലത്തെ അതിങ്ങനെ ഒരു നമ്മളിപ്പോ 2 ശ്വാസകോശമല്ലേ, അതിപ്പോ നമ്മൾ ക്ലോസ് ചെയ്യണമെന്ന് അതൊരു ടെക്നിക്കാണ്. ടെക്നിക്കലാണ്. അത് പഠിച്ചതിന്റെ വിദ്യയാണ് അവൻ വരുന്നത്. അതെ. അപ്പൊ എല്ലാവിധ ആശംസകളും നന്മകളും ഈ അപ്പോളോ സർക്കസിന് കേട്ടോ. ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു. Vai, meu posto.